ഈ ദുരന്തം വാപിളർന്ന മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് ഇന്ന് 1 വർഷമാകുമ്പോൾ ആ ഓർമ്മകളുടെ കടലിരമ്പമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലല്ലേ. ഈ ദുരന്ത നാൾ വഴികളിലൂടെയുള്ള അതിജീവനത്തിനും 1 വർഷം തികയുകയാണ്. പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെ 8 കിലോമീറ്ററിൽ 8600 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ആ ദുരന്തം വ്യാപിച്ചത്. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചതും. ചൂരൽമലയിൽ നിന്നും ബെൻസൻ ബാബുവാണ് നമുക്കൊപ്പം ചേർന്നത്. ബെൻസൻ, ഞാനിങ്ങനെ പറയുമായിരുന്നു ബെൻസൻ, ഈ ദുരന്തം അത് നമ്മൾ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളതാണ് അത്ഭുതകരം. ദുരന്തമുണ്ടായ സമയം മുതൽ ബെൻസൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഓരോ കാര്യങ്ങളും എത്രത്തോളം ഉള്ളുലഞ്ഞാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതെന്ന് എനിക്കിപ്പോഴും അത് ഓർക്കാൻ കഴിയുന്നുണ്ട്. ആ ദിവസങ്ങളും നമ്മളൊക്കെ പോയ ആ മണിക്കൂറുകളും ഒക്കെയും. ഇന്ന് 1 വർഷത്തിനിപ്പുറം ചൂരൽമലയിൽ നിൽക്കുമ്പോൾ ബെൻസൻ എന്താണ് അനുഭവപ്പെടുന്നത്? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് ഈ 2024 ജൂലൈ 29 അർദ്ധരാത്രി അല്ലെങ്കിൽ ജൂലൈ 30 വെളുപ്പിനാണ് നമ്മൾ ഈ വാർത്ത അറിയുന്നത്. വലിയൊരു ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. അത് ആദ്യഘട്ടത്തിൽ ഈ വാർത്ത വരുമ്പോൾ അതിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് പോലും നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് ഞാനും ഇപ്പോഴെന്റെ കൂട്ടത്തിലുള്ള ക്യാമറാമാൻ ഷാഫിക്ക, അതോടൊപ്പം അന്ന് വാഹനം ഓടിച്ചിരുന്നത് അഖില്, ഞങ്ങൾ 3 പേരും തന്നെയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി വീണ്ടും ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ ഈ ചൂരൽമല അങ്ങാടിയിൽ ഇവിടെ നിന്നും നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ മരിച്ച ഈ ആളുകളുടെ ചിത്രം വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ചിത്രമുണ്ട്. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മുണ്ടക്കൈ ദുരന്തം, ഓർമ്മകൾക്ക് മരണമില്ല. അകാലത്തിൽ ജീവൻ വെടിഞ്ഞ പ്രിയപ്പെട്ടവർക്ക് കണ്ണീരിൽ കുതിർന്ന പ്രണാമം. നിങ്ങളുടെ ഓർമ്മകൾ ഞങ്ങളിൽ എന്നും ജീവിക്കും. ഓരോ ആളുകളുടെയും, കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അന്ന് ഈ നാടിന് നഷ്ടപ്പെട്ട ഓരോ ആളുകളുടെയും ചിത്രങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നമുക്കറിയാം എന്താണ് ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ എന്നത്. കുറച്ച് ആളുകൾ നമ്മുടെ ഒപ്പം ഉണ്ട്. ചേട്ടാ, ഇതില് ഓരോരുത്തരെയും നേരിട്ട് കണ്ട് പരിചയം ഉണ്ടായിരുന്ന ആളുകളാണ്. അതാണ് നമുക്ക് ഒന്നും പറയാൻ വാക്കുകളില്ല. സങ്കടം കാണുമ്പോൾ നമ്മളെ കൂടപ്പറപ്പുകൾ കുറെ, നമ്മളെ സുഹൃത്തുക്കൾ, നമ്മളെ ഡ്രൈവർമാർ കുറെ അതിൽ പോയിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലുമായിട്ടൊരു സങ്കടമുണ്ട്. എങ്ങനെ ഇതിനെ അതിജീവിച്ചു എന്ന് ചോദിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ കൺമുന്നിൽ നിന്ന് മറിഞ്ഞു പോകാത്തമാര് തന്നെ അവരെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിധേയമായിട്ട് നമ്മളെ ഫോട്ടോകൾ നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കും. നമ്മൾ സുഹൃത്തുക്കളെ കാണാൻ പുതിയ വരുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് നോക്കലാണ്. അതിങ്ങനെ വെച്ചപ്പോൾ ഞങ്ങളിങ്ങനെ വന്നതാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ചേട്ടനതിലൊരു ഫോട്ടോ ഇങ്ങനെ തലോടുന്ന കണ്ടു. പെങ്ങളെ മോനെ, പെങ്ങളുടെ മോളാണ്. മോനും മോളും ഭാര്യയും ഭർത്താവും. അവര് ഇവിടെയായിരുന്നു താമസം? ഈ സ്കൂളിന്റെ അടുത്ത് താമസിക്കുന്നത്. ഞാനിവിടെ നീരിക്കാപ്പില്ല. കൂടെ പുറപ്പെടും ഒക്കെയാണ്. അത് തന്നെയാണ് സേതുലക്ഷ്മി. ഈ ആളുകളോട് നമ്മൾ എന്താണ് അവരോട് ചോദിക്കേണ്ടതെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ അന്നും കണ്ടതാണ്. അന്നത്തെ അതേ അവസ്ഥ തന്നെയാണ് ഇന്ന് ഈ മനുഷ്യർക്കുള്ളത്. അവർ ആ ഒരു സങ്കടത്തിൽ നിന്നും അവരുടെ ആ ഒരു വേദനയിൽ നിന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങളും ആളുകളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇവിടെ വ്യാപാരികളുണ്ട്, നിരവധി കടകളുണ്ട്. ഈ ചൂരൽമല അങ്ങാടി ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇവിടെ നിന്നും വാർത്ത നൽകുന്നുണ്ട്. ഇതൊരു ശ്മശാനമുഖമായ അവസ്ഥയാണ് ചൂരൽമല അങ്ങാടിയിൽ ഉണ്ടായത് നിലവിലുള്ളത്. കാരണം കടകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. സ്ഥാപനങ്ങളെല്ലാം തന്നെ അടച്ചുപൂട്ടി കിടക്കുന്ന അവസ്ഥ. മഴ കനത്ത് കഴിഞ്ഞാൽ ഈ ബെയിലി പാലം കടന്ന് അപ്പുറത്തേക്ക് ആളുകളെ വിടില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ചേട്ടാ, ഇതിപ്പോ ഒന്ന് കട തുറന്നിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ ഇവിടെ കച്ചവടത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ പറഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ തുറന്നിടും. കച്ചവടമൊന്നും ഉണ്ടാവില്ല. ഒരു അരമണിക്കൂർ നേരം തുറക്കുക. നമ്മളിങ്ങനെ വർഷങ്ങളായിട്ടുള്ളൊരു പതിവാണ്. ഇവിടെ തുറക്കാൻ പാടില്ല ശരിക്കും കട. കച്ചവടമൊന്നുമില്ല. നമ്മൾ രാവിലെ ഒരു അരമണിക്കൂർ നേരം തുറന്നിടും. ഇപ്പം 1 വർഷം മുമ്പ് വരെ, 1 വർഷത്തിന് 2 ദിവസം മുമ്പ് വരെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പല ആളുകളൊന്നും ഇല്ല. ആളുകളൊന്നും ഇല്ല. അവരൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. അതൊക്കെ തന്നെ അറിഞ്ഞാൽ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ടൗണിന് മൊത്തത്തിൽ ഈ 2-3 വാർഡുകൾ ഇല്ലാതായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഈ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളുണ്ട്. 1 വർഷമായിട്ട് സർക്കാർ ഞങ്ങളെ തിരിഞ്ഞു നോക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുക, ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനത്തിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾ പ്രക്ഷോഭത്തിന് ആണെന്ന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ. ചേട്ടൻ ഇവിടെ നമ്മളിവിടെ കച്ചവടം ടൗണിൽ കച്ചവടം, മീനും വ്യാപാരിയായിരുന്നു. മീനിന്റെ കച്ചവടം ടൗണിൽ. ഇപ്പൊ ഇങ്ങനെ പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ മൂപ്പര് പറഞ്ഞ വായിക്കുന്ന അവസ്ഥകൾ തന്നെയാണ്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മളെ കുറെ നല്ല നല്ല ആൾക്കാരും കുടുംബങ്ങളും ലോകിക്കാരും സ്നേഹിതന്മാരും ഒക്കെ എല്ലാവരും പോയ ദിവസമാണെന്ന്.
വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നമുക്ക്. എന്താ ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു അനുശോചനവും അതൊക്കെ അവർക്ക് വേണ്ടി, കാരണം നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാരണം നമ്മൾ ബാക്കിയുള്ളവർ മരിച്ചു പോയാൽ തന്നെ അത്ര വിഷമം വരില്ല. അതിനും വലിയ വിഷമത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അത്രയും നമ്മളൊരു ദിനം പ്രതി എല്ലാ കാര്യത്തിലും ഇടപെട്ടിരുന്ന ആളുകളാണ് ഈ ബോർഡ് കാണുന്ന ഇത്രയും ആളുകൾ. ബന്ധപ്പെട്ടും കൊടുക്കണ എന്നും നമ്മൾ കാണുന്ന ഷെയർ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലുള്ള എല്ലാവരും കംപ്ലീറ്റ് ആൾക്കാർ മാനസികമായിട്ട് ഇവര് പറഞ്ഞതുപോലെ തന്നെ ഈ ആളുകളെല്ലാം തന്നെ ഇവർക്ക് നേരിട്ട് പരിചയമുണ്ടായിരുന്ന ഈ നാടിന്റെ ഒരു വലിയ പ്രത്യേകതയും അത് തന്നെയായിരുന്നു. ഇങ്ങനെ ജാതി മതമോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അതിർവരമ്പുകളും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ കഴിഞ്ഞിരുന്ന ഒരു നാട്. ഇത് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വെള്ളാർമല സ്കൂളിന്റെ ബസ്സാണ്. ഇവിടെ നിന്നും വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചൂരൽമല അങ്ങാടിക്ക് തൊട്ട് സമീപത്തായിരുന്നു സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. ആ സ്കൂൾ ഇപ്പോൾ പൂർണ്ണമായും തന്നെ ഉപയോഗശൂന്യമായിരിക്കുന്നു. സ്കൂൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മേപ്പാടിയിലാണ്. അപ്പോൾ ഇവിടെയുള്ള വിദ്യാർത്ഥികളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഈ ബസ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് KSRTC ബസ്സുണ്ട്. മുടങ്ങാതെ തന്നെ KSRTC ബസ് സർവീസ് ഇവിടുന്ന് നടത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസവും ചില KSRTC ജീവനക്കാരോട് സംസാരിച്ചു. അപ്പോൾ അവരും പറയുന്നത് ഒരുപാട് കാലം ഈ ബസ്സിൽ സ്ഥിര യാത്രക്കാരുണ്ടായിരുന്നു. കാരണം രാവിലെ സ്കൂളിൽ പോകാൻ, കോളേജിൽ പോകാൻ, അതോടൊപ്പം തന്നെ മറ്റ് ജോലിക്കായി ഇവിടെ നിന്നും പുറത്തേക്ക് ഇപ്പോൾ മേപ്പാടിയിലേക്കും കൽപ്പറ്റയിലേക്കും ഒക്കെ പോകുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സ്ഥിരം കാണുമ്പോൾ അവരുടെ മുഖം കണ്ടാൽ തന്നെ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് അറിയാം. ടിക്കറ്റ് കൊടുത്താൽ മാത്രം മതി, അവർ പൈസ തരുന്നു, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കേണ്ട ആവശ്യം പോലുമില്ല. ആ നിലയിൽ ആളുകളോടുള്ളൊരു ബന്ധം ഈ നാട്ടുകാർക്ക് മുഴുവനായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാമാണ് ഒരൊറ്റ രാത്രി കൊണ്ട്, ഒരു ചൊവ്വാഴ്ച രാത്രി കൊണ്ട് ഇല്ലാണ്ടായത്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അങ്ങാടി ഇപ്പോൾ ആരുമില്ല. ഇങ്ങനെ ആരെങ്കിലും ഇടയ്ക്കൊക്കെ വരുന്നു. അവർ വരുന്ന അവരുടെ സ്ഥാപനങ്ങളോ വീടുകളോ ഒക്കെ എന്തായി അവസ്ഥ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെ ഒന്നുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാം ശൂന്യമാണ്. അന്നത്തെ പോലെ തന്നെ ചെളി പിടിച്ച് കിടക്കുന്നു. കടകളും കാര്യങ്ങളും എല്ലാം തന്നെ ആ രീതിയിൽ തന്നെയാണ് ഉള്ളത്. ചെളി പിടിച്ച് കിടക്കുകയാണ്. ഒന്നും നേരെ പ്രവർത്തിക്കുന്നില്ല. അതോടൊപ്പം തന്നെ മഴ കനത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ബാരിക്കേഡ് വെച്ച് ശരി ബെൻസൺ, ഈ പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനും അപ്പുറമാണ് അവിടത്തെ യാഥാർത്ഥ്യം. നമുക്കറിയാലോ, ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഒരു അങ്ങാടി മുഴുവൻ ഒലിച്ചു പോയതാണ്. ഭൂപടത്തിൽ നിന്നും ഇല്ലാതായിപ്പോയ നാടാണ്. അവരുടെ വേദന, അത് നമ്മളിനി എത്രയൊക്കെ പറഞ്ഞാലും ആ വേദന, അത് അവർ ജീവനുള്ളിടത്തോളം കാലം ആ വേദനയൊക്കെ അവരുടെ ഉള്ളിൽ കാണും. നമുക്ക് എത്ര മുഖങ്ങളെ ഓർക്കാൻ പറ്റും. അന്ന് നമ്മൾ കണ്ട ഓരോരോ മുഖങ്ങളും. വീട്ടിലെല്ലാവരും നഷ്ടപ്പെട്ടു പോയ, അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെയും നഷ്ടപ്പെട്ടു പോയി ഒറ്റയ്ക്കായിപ്പോയ കുട്ടികളുണ്ട്. ഈ ഭർത്താവും മക്കളും ഒക്കെയും നഷ്ടപ്പെട്ടു പോയി ഒറ്റയ്ക്കായ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയുമുണ്ട്. അവരുടെയൊക്കെ സങ്കടം, അത് അവരുടെയൊക്കെ ജീവനുള്ളിടത്തോളം കാലം ഇവിടെ ഉണ്ടാകും. നമ്മുടെയൊക്കെ ജീവനുള്ളിടത്തോളം കാലം നമുക്കും ഈ വയനാട് ദുരന്തത്തെ ഒരു കാലത്തും മറക്കാനോ അന്ന് നമ്മൾ കണ്ട മുഖങ്ങളെ ഒന്നും ഓർക്കാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാനോ കഴിയുകയുമില്ല. പിന്നെ ഇപ്പോൾ ചൂരൽമലയിൽ നിന്നും ആ വ്യാപാരികളൊക്കെ പറഞ്ഞതുപോലെ ഈ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഈ ഒരുപാട് വാഗ്ദാനങ്ങൾ വന്നു. അതെല്ലാം ജലരേഖയായി പോയ ഒരു വർഷം കൂടിയാണിത്. മലവെള്ളപ്പാച്ചിൽ പോലെ വന്ന വാഗ്ദാനങ്ങളൊക്കെയും എങ്ങോട്ടോ പോയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും പുനരധിവാസം എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ മറ്റൊരു യാഥാർത്ഥ്യം.